വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് കാരാട്ടുകുറിയുടമകൾ ചിട്ടി തട്ടിപ്പ് നടത്തിയതെന്ന് പണം നഷ്ടമായ യുവാവ്. കടങ്ങൾ വീട്ടാമെന്ന പ്രതീക്ഷയിൽ 3 ചിട്ടിയിൽ ചേർന്നിരുന്നു. വിളിച്ചെടുക്കാവുന്ന കുറിയായിട്ടും വിളിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ലാഭം വാഗ്ദാനം ചെയ്ത് നിരുത്സാഹപ്പെടുത്തിയെന്നും വളാഞ്ചേരി കൊട്ടാരം സ്വദേശിയായ നിയാസ് പറയുന്നു. ഇയാളുടെ 3 ലക്ഷം രൂപയാണ് നഷ്ടമായത്. വളാഞ്ചേരി കൊട്ടാരം സ്വദേശിയായ നിയാസ് 1 ലക്ഷത്തിന്റെ 3 കുറിയിലാണ് ചേർന്നിരുന്നത്. നിക്ഷേപത്തിലെ ലാഭത്തെക്കുറിച്ചും മറ്റും സംസാരിച്ച് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെടുക്കാൻ പറ്റിയ കുറിയായതുകൊണ്ടാണ് 3 എണ്ണം ചേർന്നത്. പിന്നീട് കുറി വിളിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വിളിച്ചെടുക്കണ്ടെന്നും കുറി തീരുമ്പോൾ എടുക്കുകയാണെങ്കിൽ മുഴുവൻ തുകയും ലഭിക്കുമെന്നും അറിയിച്ചു. എന്നാൽ കുറി കാലാവധി കഴിഞ്ഞ് പണമെടുക്കാൻ ചെന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. കടങ്ങൾ വീട്ടാമെന്ന് പ്രതീക്ഷിച്ചാണ് കുറിയിൽ ചേർന്നത്. പണം നൽകാൻ സാവകാശം ചോദിച്ച് ചെക്കും നൽകി. പിന്നീടാണ് കമ്പനി പൂട്ടിപ്പോയെന്നറിഞ്ഞതെന്നും നിയാസ് പറയുന്നു. എനിക്ക് കുറി കഴിഞ്ഞപാട് പൈസ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് വന്ന് ചില്ലറ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവർ സംസാരിച്ചതിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ജനുവരി 15 ചെക്ക് തരാറുണ്ട്. ചെക്ക് തന്നു. അപ്പോൾ ജനുവരി 15 ചെക്ക് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞാൻ പോയി തിരിച്ച് പിന്നെ കേൾക്കുന്നത് കാരാട്ടുകുറി ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെക്ക് ആയിട്ട് ബാങ്ക് പോയപ്പോൾ ചെക്കിന് ക്യാഷില്ല. ജനുവരി 15 വരെ കാത്തൊന്നും ചെക്കിന് ക്യാഷില്ല. പിന്നെ ഇവർക്കാർക്കും വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല, ഇതിൻ്റെ പൈസ ഇല്ല, ഇവരാരും ഫോൺ അടിച്ചിട്ട് എടുക്കണമില്ല. അങ്ങനെ ഇവിടെ വന്നേക്കാണ്. പിന്നെ ഇത് കേസ് അയക്കണ്, അങ്ങനെ പൂട്ടിപ്പോയിക്കണം എന്നൊക്കെ അറിയുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞു. ഒരുപാട് ആൾക്കാരെ പൈസ പോയിക്കണം. ഒരു കരകാടുള്ള ഒരു വയസ്സായ ചങ്ങായി ഇവിടെ വന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ മൂപ്പരാടെ മകളുടെ കല്യാണത്തിന് എടുത്തുവെച്ച കാശാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാളും 5 ലക്ഷം റുപ്യോളം അത് പൈസ ഉണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇത് കാരണം കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ. ചെക്കുമായി ബാങ്കിൽ ചെന്നെങ്കിലും ചെക്ക് മടങ്ങി. തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കാരാട്ടുകുറി പൂട്ടിപ്പോയെന്നും നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അറിയുന്നത്. ലാഭം വാഗ്ദാനം ചെയ്താണ് നിരവധി പേരിൽ നിന്നും പണം പിരിച്ചിട്ടുള്ളത്. കേരള വിഷൻ, വളാഞ്ചേരി.